വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഖത്തറിൽ ഇന്നും നല്ല മഴയാട്ടോ. അപ്പോൾ ഈ ഒരു മഴയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പാസ്ത തയ്യാറാക്കിയാലോ. നല്ല വൈറ്റ് സോസ് ചിക്കൻ പാസ്ത. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എപ്പോഴും ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ബോൺലെസ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഞാനിവിടെ കുറേ ചിക്കനൊന്നും എടുത്തിട്ടില്ല, കുറച്ച് പീസസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ പാസ്ത അതിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ക്യാപ്സിക്കവും സവാളയും അതുപോലെ നമുക്ക് കുറച്ച് ഗാർലിക്കും കൂടി വേണം. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു ടൈം നമ്മൾ പാസ്ത വെന്തിട്ടുണ്ട്. അപ്പോൾ പാസ്ത വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം. എങ്കിൽ പാസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിക്കില്ല, വിട്ട് തന്നെ കിട്ടും. അതുപോലെ ആ വെള്ളം ഒരിക്കലും കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആദ്യം ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം സവാളയും അതുപോലെ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ആ ബട്ടറിൽ. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസൊക്കെ ഓവറായിട്ട് അങ്ങനെ വഴറ്റൊന്നും വേണ്ട, കാരണം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയാണ്. പിന്നെ അധികം അങ്ങ് വഴണ്ട് പോകണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇപ്പം നമുക്ക് വൈറ്റ് സോസ് ആണല്ലോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം, കാരണം അതിൻ്റെ പച്ച ചുവയൊക്കെ മാറണമല്ലോ. എന്നിട്ട് 1 സ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം, കാരണം മൈദയല്ലേ, മൈദ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു ടൈമിന് അതൊന്ന് തിക്കായിട്ട് വരും. ആ ഒരു സമയം നമുക്ക് വേവിച്ച് വെച്ച പാസ്ത കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച വെള്ളം ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അതിനായിട്ട് കാണിക്കാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. ലാസ്റ്റ് കുറച്ച് ഓർഗാനും കൂടി ഇട്ടാൽ നമ്മുടെ വൈറ്റ് സോസ് ചിക്കൻ പാസ്ത റെഡിയായി. നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്യുക. എൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക.